ആരാധനയ്ക്ക് യോഗ്യനായ അതിപരിശുദ്ധനായ ദൈവത്തിന്റെ അനുഗ്രഹീതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തൃ ദിവസത്തിലും നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, അതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ യോഹന്നാൻ തനിക്ക് പത്മോസ് ദ്വീപിൽ വെച്ച് ഈ സ്വർഗീയമായ ദർശനം കാണിച്ചു കൊടുത്ത ദൂതന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന രംഗമാണ് നാം കാണുന്നത്. എന്നാൽ ദൂതൻ യോഹന്നാൻ അപ്പോസ്തലനോട് പറയുകയാണ്, അതരുത്, എന്നെ നമസ്കരിക്കരുത്, ഞാൻ നിന്റെയും സഹോദരന്മാരുടെയും സഹഭൃത്യനത്രേ. ഇതേ കാര്യം തന്നെ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ന്റെ 10-ാം വാക്യം, ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുകയും യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ഇവിടെയും യേശുക്രിസ്തുവിനെ മാത്രമേ നമസ്കരിക്കാവൂ, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു ദൂതനെ നാം കാണുന്നുണ്ട്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളും ഞാനും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ഭൂമിയിൽ നിരവധി തരത്തിലുള്ള ആരാധനകളുണ്ട്. ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ട്. ദൂതന്മാരെ ആരാധിക്കുവാൻ പാടില്ല, അവരെ ആരാധിച്ചാൽ അത് ദൈവം കോപിക്കുന്നതാണ് എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നതാണ്. ഭൂതങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, മനുഷ്യരെ ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ ദൂതാരാധനയും ഭൂതാരാധനയും വിഗ്രഹാരാധനയും മനുഷ്യാരാധനയും ഒക്കെ ദൈവത്തെ കോപിപ്പിക്കുന്നതാണ്. കാരണം സർവശക്തനായ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവത്തെ അല്ലാതെ ആരെയും നമസ്കരിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ അനുവദിക്കുന്നില്ല. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ കിഴക്കുനിന്ന് വന്ന വിദ്വാൻമാർ കർത്താവായ യേശുവിനെ വീണ് നമസ്കരിക്കുന്നത് കാണുവാൻ കഴിയും. മത്തായി 4:11 വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ പരീക്ഷിക്കുവാൻ അടുത്തു വന്ന സാത്താനോട് പറയുകയാണ്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, നമസ്കരിക്കാവൂ എന്ന്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ ആരാധിക്കുവാനായി പൗലോസിന്റെ അടുക്കലേക്ക് ആരാധിക്കുവാനായിട്ട് ലുസ്ത്രയിലെ ജനം വരുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. അതുകൊണ്ട് മനുഷ്യരാരും ആരാധന സ്വീകരിപ്പാൻ അർഹതയുള്ളവരല്ല. എന്നാൽ ദൈവത്തിന് മാത്രമാണ് ആരാധന നാം അർപ്പിക്കേണ്ടതായിട്ട് ഉള്ളത്. നാം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും അതുപോലെ 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും ദൈവത്തിന്റെ ദൂതൻ തന്നെ പറയുന്ന ഒരു വാക്ക് നാം കാണുകയാണ്, ദൈവത്തെ ആരാധിക്കൂ, ദൈവത്തെ ആരാധിക്കണം. വർഷിപ്പ് ഗോഡ്, വർഷിപ്പ് ഗോഡ് അലോൺ. ദൈവത്തെ മാത്രം നാം ആരാധിച്ചാൽ മതി. നാം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ 4 ഹല്ലേലൂയ ഹല്ലേലൂയ എന്നുള്ള ആ ഉറക്കെ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗത്തിൽ നിന്നുള്ള ഹല്ലേലൂയ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. അവിടെ സർവശക്തിയുള്ള നമ്മുടെ കർത്താവ് രാജത്വം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വർഗീയ ദർശനമാണ് നാം കാണുന്നത്. ആ 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവൻ കർത്താതി കർത്താവും രാജാതി രാജാവുമാണ് എന്ന് പറയുന്നുണ്ട്.
അതുകൊണ്ട് കർത്താതി കർത്താവും രാജാതി രാജാവും രാജത്വം പ്രാപിച്ചവനും സത്യദൈവവുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ കുഞ്ഞാട് ദൈവം എന്നുള്ള നിലയിൽ അവനെ ആരാധിക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിത്യതയെ നാം ദർശിക്കുകയാണ്. നിത്യതയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിത്യത മുഴുവൻ ദൈവം ആരാധിക്കപ്പെടുന്നവനാണ്. അവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം വെച്ചിരിക്കുന്നു. 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അപ്പോൾ നിത്യ ആരാധന ദൈവത്തിനും കുഞ്ഞാടിനും എന്നുള്ള നിലയിൽ വളരെ വ്യക്തമായിട്ട് നാം കാണുന്നു. ദൈവത്തിന്റെ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവ് കർത്താതി കർത്താവ് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ കാര്യം പറഞ്ഞതിന് ശേഷം യോഹന്നാന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത ദൂതന്റെ മുമ്പാകെ യോഹന്നാൻ വീണ് നമസ്കരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായി നാം ഒരു കാര്യം മനസ്സിലാക്കണം. കൊലോസ്യ ലേഖനത്തിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൂതന്മാരെ ആരാധിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ദൂതാരാധന അത് പാപമാണ്. യോഹന്നാൻ അപ്പോസ്തലന്റെ കാലയളവിൽ അന്നത്തെ ജനങ്ങളുടെ നടുവിൽ അനേകർ ഭൂതങ്ങളെ ആരാധിക്കുന്നവരും ദൂതന്മാരെ ആരാധിക്കുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യത്തിന് എതിരായിട്ടുള്ള വ്യക്തിയായിരുന്നു യോഹന്നാൻ. എന്നാൽ സ്വർഗത്തിലെ ആ വലിയ ആരാധനയുടെ രംഗം കണ്ടപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന, തനിക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത അല്ലെങ്കിൽ ഈ ദർശനം നൽകി കൊടുത്ത ആ ദൂതനെ വീണ് നമസ്കരിക്കുവാൻ പെട്ടെന്ന് യോഹന്നാൻ വീഴുകയാണ്. അത് യോഹന്നാൻ ഉണ്ടായ ഒരു അബദ്ധമാണ്. എന്നാൽ ആ അബദ്ധത്തിലൂടെ യോഹന്നാൻ ആ ദൂതനെ ആരാധിക്കുവാനായിട്ട് അവന്റെ മുമ്പിൽ വീണ് അവനെ നമസ്കരിക്കുവാൻ തുടങ്ങുമ്പോൾ അവന്റെ മുമ്പിൽ വീണ ആ യോഹന്നാനെ ദൂതൻ എഴുന്നേൽപ്പിക്കുകയാണ്. ദൂതൻ പറഞ്ഞു, അതരുത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി നാം കാണുന്ന കാര്യം, ആ ദൂതൻ തന്നെയും യോഹന്നാനെയും തങ്ങൾ ആരാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. യോഹന്നാനോട് ദൂതൻ പറയുകയാണ് 9-ാം വാക്യത്തിൽ, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യൻ അത്രേ. ഞാൻ നിന്റെ സഹഭൃത്യനാണ്. അതുപോലെ തന്നെ നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെ സഹഭൃത്യനാണ്. ഈ പ്രവചനത്തിലെ വാക്കുകൾ അനുസരിക്കുന്ന സകല ആളുകളുടെയും സഹഭൃത്യനാണ്. ദൂതൻ പറയുകയാണ് യോഹന്നാൻ അപ്പോസ്തലനോട്, ഞാൻ നിന്റെ സഹഭൃത്യനാണ്. അതുപോലെ പ്രവാചകന്മാരായ സഹോദരന്മാരുടെ സഹഭൃത്യനാണ്. ദൈവ വചനം, ഈ പുസ്തകത്തിലെ സകല വചനവും പ്രമാണിക്കുന്ന സഹോദരന്മാരുടെ സഹഭൃത്യനാണ്. ഞാനും നിങ്ങളെപ്പോലെ മാത്രമാണ്. എന്നെ ആരാധിക്കരുത്, ദൂതന്മാരെ ആരാധിക്കരുത് എന്ന് ദൂതന്മാർ വ്യക്തമായി നമ്മളോട് അരുളി ചെയ്യുമ്പോൾ, ദൂതന്മാരെയും ഭൂതഗണത്തെയും പിശാചിനെയും വിഗ്രഹങ്ങളെയും മനുഷ്യരെയും ആരാധിക്കുന്നവർ എത്രയധികം ശാപഗ്രസ്തരാണ്, എത്രയധികം നരകയോഗ്യരാണ്. നാം ഇവിടെ വ്യക്തമായി കാണുകയാണ്, അവന്റെ ദാസന്മാർ അവനെ നിത്യം ആരാധിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് ദൈവ കുഞ്ഞാട് അവൻ യോഗ്യനെന്ന് പറഞ്ഞാണ് അവനെ ആരാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. കാരണം അവൻ തന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിൽ നിന്നുമുള്ളവരെ പിതാവിനായി വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാണ്. തന്നെയുമല്ല, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ഹല്ലേലൂയ ഗീതം മുഴങ്ങുമ്പോൾ ആ വലിയ ഘോഷസ്വരത്തിന്റെ മുമ്പാകെ നമുക്കും വീണ് നമസ്കരിക്കാം. നമ്മുടെ കർത്താവ് രാജാതി രാജാവും
കർത്താവുമായി അധികാരം പ്രാപിച്ച് തന്റെ മണവാട്ടിയെ വേളി കഴിപ്പാൻ അവൻ ഇറങ്ങി വരുന്ന കാഴ്ച സ്വർഗം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് താൻ നമ്മെ വീണ്ടെടുത്ത് തന്നോടൊപ്പം നിത്യമാക്കി അവനെ ആരാധിക്കുവാൻ യോഗ്യരാക്കി തന്നോടുകൂടെ ഇരുത്തുന്നത് കൊണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായവും 20-ാം അധ്യായവും 22-ാം അധ്യായവും നമുക്ക് വളരെ മനോഹരമായ നിലയിൽ ഈ സ്വർഗീയമായ ആരാധനയുടെ വിവിധ വശങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വീഴാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ ദൈവ കുഞ്ഞാട് സിംഹാസനത്തിൽ നിത്യം വിരാജിക്കുന്നവനാണ്. സിംഹാസനത്തിൽ ഇരുന്ന് നിത്യം വാഴുന്ന രാജാതി രാജാവാണവൻ. എന്നാൽ നമുക്കറിയാം, അവൻ കർത്താവായ രാജാതി രാജാവായ ആ മഹാദൈവം താണിറങ്ങി നമുക്ക് വേണ്ടി വന്നു. അവൻ കാൽവറി ക്രൂശിൽ നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായി മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്ന് നമ്മുടെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൊണ്ട്, നമ്മുടെ ആത്മാവിനെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിച്ചതിനാൽ നമുക്ക് അവന്റെ സന്നിധിയിൽ വീണ് അവന് സകല സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കാം. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി, ഞങ്ങളെ തീ നരകത്തിൽ നിന്ന് വിടുവിച്ചതിനായി, ഞങ്ങൾക്ക് നിത്യജീവൻ തന്നതിനായി, ഞങ്ങൾക്ക് അങ്ങയെ നിത്യം അങ്ങയുടെ മുഖം കണ്ടങ്ങയെ ആരാധിക്കാമെന്നുള്ള അനുഗ്രഹീതമായ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇനി ശാപമുണ്ടാകുകയില്ല, ഇനി മരണമുണ്ടാകുകയില്ല. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും എന്ന് ഞങ്ങൾ വായിച്ച വേദഭാഗത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞാട് സിംഹാസനത്തിൽ നിത്യം രാജാവായി വാഴുമ്പോൾ ആ രാജാതി രാജാവിന്റെ മുമ്പാകെ വീണ് നമസ്കരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഞങ്ങൾക്കുള്ളത് കൊണ്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എളിയവരാകുന്ന ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവല്ലഭനായ പ്രിയ പിതാവേ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ വീണങ്ങയെ നമസ്കരിക്കുന്നു. സ്തുതി സ്തോത്രം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേക്ക് അർപ്പിക്കുന്നു. ദയവുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.